ഹലോ ഗായ്സ്, സ്നേഹ ഓഫീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു മെഷീൻ പുല്ലൊക്കെ വെട്ടി അത് വെട്ടുന്ന ദിവസം പിറ്റേ ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോഡി പെയിനാണ് കേട്ടോ. കാരണം എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടേ ഹൈറ്റുള്ളവരൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. ആ മെഷീൻ്റെ ലെങ്ത് അനുസരിച്ച് ഹൈറ്റുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഹൈറ്റ് കുറവാണ്. ഞാനൊരു 5'2" ഉള്ളൂ. അപ്പോൾ മെഷീൻ തൂക്കിയിട്ടിട്ട് കഷ്ടപ്പാടാണ് പുല്ല് വെട്ടണത്. എന്നാലും നമുക്ക് ജീവിക്കണ്ടേ. ആരുടെ മുമ്പിൽ തണ്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ സമയത്ത് വിഷമിച്ചിരുന്നപ്പോൾ അങ്ങനൊരു ജോലി കിട്ടി, ദൈവസഹായം കൊണ്ട്. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണേണ്. കഷ്ടപ്പാടുണ്ടെങ്കിലും അപ്പോൾ എൻ്റെ സാർ അമേരിക്കയിലാണ് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴെല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാറിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാനിപ്പം രാവിലെ ഇത്തിരി താമസിച്ച് എഴുന്നേറ്റ് കേട്ടോ. രാവിലെ എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പാല് എല്ലാ ദിവസവും വാങ്ങിക്കില്ല കേട്ടോ. അല്ല, ഞായറാഴ്ച ദിവസം ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ഒരു കയറി പാല് കുടിക്കുള്ളൂ. കാരണം കവർ പാലൊക്കെ കൊള്ളൂലല്ലോ, എപ്പോഴും കഴിക്കണത് കൊള്ളൂല. അപ്പോൾ ഇടയ്ക്ക് പാൽ ചായ കുടിക്കണം തോന്നുമ്പോഴേ പാൽ ചായ ഇടാറില്ല കേട്ടോ. പിന്നെ അപ്പം നമുക്ക് എന്നോട് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഇന്നലെ എൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് കൂട്ടുകാർ പറഞ്ഞ് ഒരു കണ്ടൻറ്റ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടൻറ്റൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഈ വാടക വീട്ടിൽ കിടക്കുമ്പോഴത്തേനും എനിക്ക് കുക്കിങ്ങൊക്കെ ഇടാനായിട്ട് ഇറച്ചി മീനൊക്കെ ചെയ്യുന്നതിനും കുക്ക് ചെയ്യണം, ഇത് ഇടാനായിട്ട് എൻ്റെ പൈസ ഇല്ല. പിന്നെ യാത്ര പോണത് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ട്രാവൽ ചെയ്യാറില്ല. കാരണം ബസ്സിൽ കയറാവും ചെയ്യും. എവിടെയെങ്കിലും അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾക്ക് ഓട്ടോറിക്ഷ വിളിച്ചാണ് പോണത്. അങ്ങനെ തന്നെ മന്ത്ലി നമ്മുടെ സാലറിയുടെ ഒരു ഭാഗം അതിനായിട്ട് അങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ തോട്ടത്തിലെ കൃഷി അതൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിന് ബിസ്നി ഓഫീസിൽ നിന്ന് പേരിട്ടേക്കണം തന്നെ. എനിക്കതിനെ പ്രത്യേകിച്ച് കണ്ടൻറ്റായിട്ട് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതെൻ്റെ ഒരു സന്തോഷം. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേനും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇപ്പം ആദ്യം തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് കളഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ അത്യാവശ്യം സഹായം ചെയ്തുകൊണ്ടിരുന്ന കുട്ടി 10ാം ക്ലാസ്സിലായിട്ട് ഞാൻ നിർത്തി. ഇപ്പം വീണ്ടും തുടങ്ങിയതാണ്. അപ്പം പിന്നെ എന്താ പറയണം, ഇടയ്ക്ക് വെച്ച് അങ്ങനെ നിന്നുപോയി. പിന്നെ ഇപ്പം 2ാമത് തുടങ്ങിയാണ്. അപ്പം എനിക്ക് അധികം സബ്സ്ക്രൈബില്ല, 10, 30, 40 പേരെ ഒറ്റയ്ക്ക് ഉള്ള കേട്ടോ. നമ്മുടെ കേരളത്തിലെ സന്മനസ്സുള്ള ഒത്തിരി മലയാളികളൊക്കെ ഉണ്ടല്ലോ. അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ പറയാൻ എന്താണ്, ഒത്തിരി പേര് കടുംകഥയും കുസൃതി ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഇത് ഞാൻ എൻ്റെ ഐഡിയയിൽ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാൻ വേണ്ടി പറയണം കേട്ടോ. കടുംകഥയുടെ ചോദ്യം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ. വരപ്പുകാരും ഇതിന് ഉത്തരവൊന്നും കമൻറ്റ് ചെയ്യേണ്ട, കാരണം അവർക്ക് ഓൾറെഡി അറിയാം. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയാൽ അത് പരിപ്പ് വട, പപ്പടം കൊണ്ട് ഉണ്ടാക്കിയാൽ അത് പപ്പട വട, ഉഴുന്നും കൊണ്ട് ഉണ്ടാക്കിയാൽ ഉഴുന്ന് വട. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. ഇപ്പം അരി കൊണ്ടുണ്ടാക്കിയ അരിപ്പുട്ട്, ഗോതമ്പിൻ്റെ ആണെങ്കിൽ ഗോതമ്പുട്ട് എന്നൊക്കെ പറയണ പോലെ. പക്ഷേ ഞാൻ ഈ കടുംകഥയുടെ ചോദിക്കാൻ പോണത് എങ്ങനെയാണ്, 3 സാധനങ്ങൾ വെച്ച് ഇതുണ്ടാക്കും. പക്ഷെ ഒറ്റ പേര് ഇതിന് പറയുള്ളൂ. അതിന് മലയാളത്തിലാക്കിയാലും ആകെ ഒരു പേരുള്ളത്, ഇംഗ്ലീഷിലോട്ട് പോകുമ്പോഴും ആകെ ഒറ്റ പേര് അതിന് പറയുള്ളൂ. അതെന്ത് സാധനമാണെന്ന് ഗൈസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 3 വ്യത്യസ്ത സാധനങ്ങൾ വെച്ചിട്ട് അതിനെ ഉണ്ടാക്കും. പക്ഷെ ഒറ്റൊരു പേര് മാത്രവും നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം കേട്ടോ.